എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. മോൻ്റെ സ്കൂളിൽ നടന്ന പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് കാണാം. ക്ലാസുകളിലൂടെ ശ്രദ്ധേയനായ ഫിലിപ്പ് മമ്പാടാണ് ലഹരിക്കെതിരെ പോരാട്ടം നയിക്കുന്നത്. പ്രശസ്ത ലഹരി കൂടുതൽ ഇടപെടൽ അവരെ ജോലിയിൽ തന്നെ ബാധിക്കുന്ന രൂപത്തിൽ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും കുറേയൊക്കെ വിട്ട് മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്ത് കയറിയിട്ടുണ്ട്. പെണ്ണിലെ അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സദസ്സിലിരിക്കുന്ന നമ്മുടെ മാനേജർ, വലിയ സന്തോഷമുണ്ട്. ഈ മധുരമായ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ കലാലയത്തിൻ്റെ പ്രിയങ്കര അമരക്കാരി ശ്രീ രജനി ടീച്ചർ, അതിന് പരിപാടിയുടെ ചെയർ പ്രിയപ്പെട്ട ബിനോയ് ജേക്കബ്. ആരുമില്ലാത്തതാണ് സാർ എൻ്റെ വീട്ടിലെ പ്രശ്നം, അതുകൊണ്ടാണ് സാർ ഞാൻ ഇൻ്റർനെറ്റിൽ മറ്റു കൂട്ടുകാരനെ കണ്ടെത്തി. വീട്ടിനകത്ത് കേൾക്കാൻ ആളില്ല സാർ, സദാസമയം ഇൻ്റർനെറ്റിൽ ആളുണ്ട് സാർ എനിക്ക് കേൾക്കാൻ. അവിടെ എപ്പോൾ വേണമെങ്കിലും ഞാൻ ചെന്നാൽ കൂട്ടുകാരനും കൂട്ടുകാരിയും അവിടെയുണ്ട്, ഏത് രാത്രിയിലും ഏത് പകലിലും. പക്ഷെ എന്നെ കേൾക്കാൻ എൻ്റെ വീട്ടിൽ ഉപദേശങ്ങളും അടിയും വഴക്കും ശകാരങ്ങളും കുളിക്കട തിന്നട നോക്കട എന്ന് പറയാൻ മാത്രമുള്ള ഒരാൾ മാത്രമായി എൻ്റെ വീട് മാറി സാർ. ഇങ്ങനെ പറയുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ. എൻ്റെ ഒരു സെക്ഷൻ തുടങ്ങുന്നപ്പോൾ ഞാൻ നമ്മോട് പറയാം, എൻ്റെ ഒരു ഉപദേശവും ഇതിനകത്തില്ല. എൻ്റെ കാര്യങ്ങൾ ഇൻക്വസ്റ്റുകൾ മറ്റ് യാത്രകളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ശമ്പളം വാങ്ങി ജീവിക്കാം. പക്ഷേ ആ യൂണിഫോം ഇട്ട ഒരു സബ് ഇൻസ്പെക്ടറായി എൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവനും ഒരുപാട് ഇടങ്ങളിൽ പോകണം, ഒരുപാട് കുഞ്ഞുങ്ങളെ കാണണം, ഒരുപാട് സോഷ്യൽ മീഡിയ സംസാരിക്കണം, എനിക്ക് ജോഗ്രഫിക് ലൊക്കേഷനൊക്കെ കടന്നിലേക്ക് യാത്ര ചെയ്യണം. ഇത് വല്ലാത്ത ഒരു ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് പോലീസ് സേനയിൽ ജോലി ചെയ്യാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പറ്റാതെ വന്നപ്പോൾ ഞാൻ സർക്കാരിലേക്ക് VRS എഴുതി. അങ്ങനെ VRS ഓൾറെഡി റിട്ടയർമെൻ്റ് എടുത്തു. ഇപ്പം സന്തോഷമാണ്, സർക്കാർ തരുന്ന ഒരു 45,000 രൂപ പെൻഷനുണ്ട്, സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പം മാസം ഒരു 10-90,000 രൂപ ശമ്പളമില്ല, ആ 40,000 രൂപയാണ്. പക്ഷേ പലപ്പോഴും എൻ്റെ ഒപ്പം ഉള്ള പോലീസുകാരൊക്കെ പറഞ്ഞാലടാ, പോലീസ് പോകുമ്പോൾ ശ്രദ്ധിക്കണം, നിനക്കിപ്പോൾ കിട്ടുന്ന 10-90,000 രൂപ ചിലപ്പോൾ നീ പോകുമ്പോൾ വല്ല നിപ്പയോ കൊറോണയോ ഇവിടുത്തെ പ്രളയമോ ഒക്കെ വന്നാൽ നിനക്ക് പൈസ കിട്ടുന്നില്ല. ജീവിതമല്ലേ, ഒന്നും പറയണ്ട. കുട്ടികൾ 2-3 ആയില്ലേ, ഇനിയിപ്പോൾ എന്താ പറയുക? വിഷമങ്ങൾ കുറേ ഉണ്ട് സാറേ. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ആരോടാ പറയാം? എല്ലാം എൻ്റെ അമ്മയോട് പറയും. അതന്നെ, അദ്ദേഹത്തിന് ഇപ്പോൾ പഴയ പോലെ സ്നേഹമൊന്നുമില്ല സാറേ. എപ്പോൾ നോക്കിയാലും മൊബൈലാണ്, കക്കൂസിൽ പോലും അദ്ദേഹം മൊബൈൽ ഉപയോഗിക്കണം, നിലത്ത് വയ്ക്കൂല. അങ്ങനെ എൻ്റെ ജീവിതം, കള്ളല്ലാതെ പറയില്ല. ഇത് കാലം അങ്ങനെ പറയണം അമ്മമാര്. ഭർത്താവ് എൻ്റെ പൊന്ന് സാറേ, എന്നെ കേട്ട് കഴിഞ്ഞ സാർ മൂത ഇത് വന്നു കയറാൻ തുടങ്ങിയത് സാറേ ചാവോ. എന്നെ മക്കളെ ഓർത്തിട്ട് തല്ലിക്കൊന്ന് കളയാൻ പറ്റൂല സാർ, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. വീട്ടിൽ ചെന്ന സമാധാനം ഉണ്ടല്ലോ സാറേ, കലവല 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 എന്ന് പറഞ്ഞിട്ട് സ്വൈര്യം തരില്ല സാറേ. ഞാൻ എന്താ സാർ ചെയ്യുക? ഞാൻ മരിക്കാൻ പറ്റുമോ? പിന്നെ വീട്ടിൽ പോയാൽ അതിനെ കേക്കട വെച്ചിട്ട് വെറുതെ മൊബൈൽ ഫോൺ തോണ്ടിയിരിക്കും. ഞാനിങ്ങനെ ജോലിക്ക് പോകുമ്പോഴേക്ക് സമാധാനം കിട്ടും സാറേ, സത്യം. വീട്ടിൽ പോകാൻ തോന്നൂല. ഇങ്ങനെ പറയുന്ന ഭർത്താക്കന്മാർ, ഇതിനടുക്ക് അന്തോ ഒന്നോ പൊട്ടിരിക്കണ മക്കള്, അച്ഛ അമ്മ എന്ന് പറയുന്ന മക്കള്. കുറെ റീൽസ് കണ്ടത് നമ്മള്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വീട്ടിലോട്ട് കയറി വരുന്ന ഭർത്താവ് വഴിവെക്കിൽ വണ്ടി നിർത്തും. അയ്യോ, ആ കാലമാടത്ത് എന്തൊരു സംശയമാന്ന് പറഞ്ഞ് കാറേന്ന് കുത്തി 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 ഒക്കെ ഡിലീറ്റ് ചെയ്യും. അയ്യോ, ഇത് കാരണം എന്താ വെച്ചാല് നമ്മൾ പുറത്തൊന്നും പറയില്ല, നമ്മളെല്ലാം ഇങ്ങനെ ഇതുള്ളൂ. ചില കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. കറണ്ട് ബില്ല് കൂടിയാലും അങ്ങനെ കൂടിയാലും ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുള്ളൂ, നമ്മൾ പറയുള്ളൂ. പക്ഷേ നമ്മളെല്ലാം ഉള്ളിൽ ഒതുക്കും. സങ്കടം വന്നാലും വിഷമം വന്നാലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ശാരീരിക മാനസികം എല്ലാം ഞങ്ങൾ ഉള്ളിൽ ഒതുക്കും. എല്ലാം നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യില്ല. ഞങ്ങളോ സങ്കടം അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെ അറിയേണ്ട വെച്ചിട്ടാ മക്കളെ പ്രത്യേകിച്ച് ഞങ്ങൾ അറിയിക്കാറ്. പക്ഷെ ഇവരങ്ങനെയല്ല. അതുകൊണ്ട് നമ്മളെന്താ ഇതെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു ദിവസം ഉറക്കത്തിൽ നമ്മൾ പൊട്ടിപ്പോവും. സൈലന്റ് അറ്റാക്ക്, കാർഡിയോ അറസ്റ്റ് ഒക്കെ വന്നിട്ട് നമ്മൾ കഴിഞ്ഞു. ഇവരങ്ങനല്ല, ഇവർ ചട്ടിയോടും പാത്രത്തോടും ഒക്കെ ഇങ്ങനെ കലപല കലപല പറഞ്ഞോണ്ടിരിക്കും. ഓരോരുത്തർ മോളോടും പറയും, ഇങ്ങനെ നിങ്ങൾ കരഞ്ഞ് 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 നിങ്ങളിതിനകത്ത് ഇരിക്കണതിന് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതും മിണ്ടാത്തതും മസിലും പിടിച്ചിറക്കണോണ്ടാണ് ഞങ്ങളെല്ലാം അത് പൊട്ടിപ്പോണത്. ഒരമ്മമാരും മരിക്കാതിരിക്കട്ടെ, അല്ലേ? ഒരമ്മമാരും മരിക്കാതിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ ഞാൻ എല്ലാ വേദിയിലും പറയുന്നൊരു കാര്യമാണ്, ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിലെ എൻ്റെ വളർച്ചയിൽ എല്ലാ ഘട്ടങ്ങളിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആശ്രയമായത് എൻ്റെ മാതാപിതാക്കളാണ്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 4 വർഷം തികയാണ്. ഇത് ഞാൻ നിങ്ങൾക്കൊക്കെ പറയുന്ന എൻ്റെ ഒരു കഥയല്ല, ഞാൻ എൻ്റെ ചരിത്രമല്ല ഞാൻ പറയണത്. നിങ്ങളെല്ലാം ഇത്
കേൾക്കണമെന്ന് ഞാൻ എൻ്റെ വിനയത്തിൻ്റെ ഭാഷ അപേക്ഷിക്കുകയാണ്. അച്ഛൻ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ പുലർച്ചെ എൻ്റെ അമ്മ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, മോനെ അപ്പൻ ഇന്നലെ കിടന്നുറങ്ങിയിട്ടില്ല, രാത്രിയിൽ ഇന്നലെ ഞാൻ അപ്പാന്നാ വിളിക്കാം, കിടന്നുറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രസ്സൊക്കെ കിട്ടിയാൽ പുറത്തിറങ്ങി പ്രോഗ്രാമിന് പോകാം. ചെർപ്പളശ്ശേരിയിൽ ഐഡിയൽ കോളേജിലെ പ്രോഗ്രാമാണ്, കലക്ടർ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഞാൻ അച്ഛനെ അടുത്ത് പോയിട്ട് അപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇങ്ങനെ മക്കളെ ഇന്നലെ ഇവിടെയൊക്കെ വേനയായിരുന്നു മക്കളെ എന്ന് പറഞ്ഞു. ഇവിടെ അല്ലെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പിതാക്കൾ നമ്മളോട് ആ സാഹചര്യത്തെ അവർ മറികടക്കുന്നു. അവരുടെ നടുവേദനയും മുട്ടുവേദനയും അവരുടെ ചെറിയ ചെറിയ വേദനകളെല്ലാം 100% വേദനകളാണ്. അവരെ നല്ല ഡോക്ടറെ കാണിക്കാൻ, അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ, അവരെ വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുത്താൻ, അവരെ കടൽ തീരങ്ങളും അവരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ 80-75 വയസ്സിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ അമ്മയും അച്ഛനുള്ള നിങ്ങളോടൊക്കെ ഒറ്റ വാക്കുകൂടെയും പറയാം, നിങ്ങളവരെ സ്നേഹിക്കുകയൊന്നും വേണ്ട, പക്ഷെ നിങ്ങളവരെ വേദനിപ്പിക്കരുത്. മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, വാക്കുകൊണ്ട് അവരെ നിങ്ങൾ വേദനിപ്പിക്കുന്നു. പറഞ്ഞിരിക്കുന്ന കണക്കിന് അപ്പുറത്തേക്കാണ്. അതുകൊണ്ടല്ലേ 13 വർഷമായിട്ട് അമ്മ മരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ടല്ലേ അമ്മ ഒരു ഭാഗം കഴിഞ്ഞു പോയിട്ട് എഴുന്നേറ്റ് നടന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ചേർത്തലയിൽ അമ്പലത്തിലെ പ്രോഗ്രാം കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി റിമോട്ട് ഓഫ് ആക്കണ്ട, അമ്മയ്ക്ക് രാവിലെ 4 മണി സമയമാണ്, അമ്മയ്ക്ക് ഈ സമയത്ത് ഉറക്കം കിട്ടുന്നത്, മിണ്ടരുത്, നീ ബൈക്ക് എടുത്ത് പോകാൻ പറഞ്ഞോ. പക്ഷെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി സിറ്റൗട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മയുടെ മുറി ഇരുന്നുകൊണ്ട് കണക്ക് കൂട്ടും. അമ്മ മുറിക്കകത്തുനിന്ന് അമ്മയുടെ ബെഡിൻ്റെ മുകളിൽ ലൈറ്റ് അമ്മ കൃത്യമായിട്ട് പ്രകാശിപ്പിക്കും. കാർ ലൈറ്റ് കത്തും, ബാഗ് ഒന്നെടുത്ത് പുറത്തിറങ്ങും, നേരെ സിറ്റൗട്ടിൽ വരുമ്പോൾ പോർച്ച് ലൈറ്റ് കെടുത്തി സിറ്റൗട്ട് ലൈറ്റ് കത്തും. സിറ്റൗട്ടിൽ നിന്ന് ഷൂ ഊരി അകത്ത് കയറുമ്പോൾ സിറ്റൗട്ടിലെ ലൈറ്റ് കെടും, ഡൈനിങ് ഹാളിലെ ലൈറ്റ് കത്തും. പിന്നെ അമ്മയുടെ ചോദ്യമുണ്ട്, മക്കളെ എൻ്റെ കുഞ്ഞെന്തെങ്കിലും കഴിച്ചായിരുന്നോ? അമ്മ കിടന്നോ? അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ ഉണർന്നിരിക്കണേന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും, എങ്ങനെ മക്കളെ ഉറക്കം വരിക, അത്രയും ദൂരമല്ലേ മോൻ വരുന്നത്. പക്ഷെ എന്ന് അവളുടെ കണ്ണുകൾ അടയുന്നു, അതിനുശേഷം ആ ലൈറ്റുകൾ അത്ര കൃത്യമായി പ്രകാശിപ്പിക്കാൻ മറ്റൊരു വെളി മണ്ണിൽ പിറവിയെടുക്കില്ല. അതാണ് അമ്മ. തീർച്ചയായിട്ടും സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും ചട്ടിയോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മങ്ങളാണ് നമ്മുടെ അമ്മമാര്. അവരെ സങ്കടപ്പെടുത്തരുത്. വിളമ്പി കൊടുത്ത് തനിക്ക് തികാതെ വരുമ്പോൾ മക്കളെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവരുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ വരവെന്ന് വൈകിയാൽ ഉമ്രപ്പടിയിൽ മറ്റൊരു പ്രസവേന അനുഭവിക്കുന്ന മാലാവിയുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി എല്ലാ വാതിലുകളും കുറ്റിയിട്ട് വീടുറങ്ങിയതിനു ശേഷം ഉറങ്ങുന്നവരുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ വിഴുപ്പലക്കാൻ, എൻ്റെയും നിങ്ങളുടെയും വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട ചൊട്ടിച്ചൊളിഞ്ഞു പോയൊരു പാഴ് ജന്മത്തിൻ്റെ പേരാണ് അമ്മ. അവരെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസയാണ് നമ്മുടെ ഓരോ അമ്മമാരും. തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും കരിയാപ്പരികൾക്കും തെങ്ങിനും കവുങ്ങിനും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും കിട്ടാത്ത